നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ശ്രദ്ധിച്ചിരിക്കണം. ഇതിൻ്റെ ഗ്രാഫ് വരയ്ക്കാനായിട്ട് എഫ് ഓഫ് എക്സിനെ നമ്മൾ വൈ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സിനെ നമ്മൾ ആദ്യം തന്നെ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യണം. എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുന്നതിനനുസരിച്ച് വൈക്ക് ഇങ്ങനെ ഓരോരോ വാല്യൂസ് കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു ടേബിൾ വരയ്ക്കാം. ഇതുപോലൊരു ടേബിൾ വരയ്ക്കണം. നമ്മളിവിടെ എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോൾ വൈയുടെ വാല്യൂ നോട്ട് ചെയ്യണം. അതായത് എക്സിന് നമ്മൾ ആദ്യം 0 കൊടുക്കുക. എക്സിന് 0 കൊടുത്താൽ വൈയുടെ വാല്യൂ 0 സ്ക്വയർ വരും. 0 സ്ക്വയർ 0 ആണല്ലോ. അടുത്തത് 0 കഴിഞ്ഞു. ഇനി എക്സിന് നമുക്ക് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലോ? എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? വൈയുടെ വാല്യൂ 1 സ്ക്വയർ ആവും, അതായത് 1 ആവും. നമ്മളിനി എക്സിന് 2 കൊടുക്കാം. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ വൈയുടെ വാല്യൂ 2 സ്ക്വയർ 4. ഫൈനലി എക്സിന് 3 കൊടുക്കാം. അപ്പോൾ വൈ ഈക്വൽ 3 സ്ക്വയർ 9. 3 വരെ പോയാൽ മതി. ഗ്രാഫ് വരയ്ക്കാനായിട്ട് എക്സിന് ഇതേപോലെ വാല്യൂ കൊടുക്കുക, വൈയുടെ വാല്യൂ നോട്ട് ചെയ്യുക. ഇതേപോലെ നമ്മൾ നെഗറ്റീവ് നമ്പറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ മറക്കരുത്. എക്സിന് -1 കൊടുത്താൽ എന്ത് സംഭവിക്കും? വൈയുടെ വാല്യൂ -1 സ്ക്വയർ ആവും. -1ൻ്റെ സ്ക്വയർ 1 അല്ലേ. ഇനി എക്സിന് -2 കൊടുത്താലോ? വൈയുടെ വാല്യൂ -2 സ്ക്വയർ ആവും. -2 സ്ക്വയർ 4 ആണ്. ഫൈനലി എക്സിന് -3 കൊടുക്കുക. വൈ ഈക്വൽ ടു -3 സ്ക്വയർ, അതായത് 9 വരും. എക്സിട്ര ഇനിയും കൊടുക്കാം. പക്ഷെ നമ്മൾ ഗ്രാഫ് വരയ്ക്കാനായിട്ട് മാക്സിമം +3 ആൻഡ് -3 അവിടം വരെ കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിതെല്ലാം ഒരു ഗ്രാഫ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യണം. കേട്ടല്ലോ? ഒരു ഗ്രാഫ് ഷീറ്റ് എടുക്കണം. അതിനകത്ത് ഈ കിട്ടിയ വാല്യൂസുകളെല്ലാം പ്ലോട്ട് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ നമ്മൾ ഇത് എല്ലാം മാർക്ക് ചെയ്യാൻ പോവാണ്. ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ നമുക്ക് പോയിൻ്റ് 0,0 അല്ലേ. അപ്പോൾ നമുക്കിവിടെ പോയിന്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് പോവാം. കേട്ടല്ലോ? നമുക്കിവിടെ പോയിന്റുകൾ മാർക്ക് ചെയ്ത് പോകാൻ പറ്റും. ഇവിടെ ഇത് 0 ആണ് ഒറിജിൻ. ഇത് 1, 2, 3, 4 എക്സിട്ര. ഇവിടെ -1, -2, -3 അങ്ങനെ പോകുന്നുണ്ട്. അതുപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9 അല്ലേ, അങ്ങനെ പോകുന്നുണ്ട്. നമ്മളിത് നോക്കിയിട്ട് ഗ്രാഫ് ഷീറ്റിൽ പ്ലോട്ട് ചെയ്യാൻ പോവാണ്. 0,0 എന്ന് പറഞ്ഞാൽ അത് ഒറിജിൻ ആണല്ലോ, അറിയില്ലേ? 1,1 എന്ന് പറഞ്ഞാൽ ഇവിടെ അല്ലേ വരാം. 1,1 എക്സ് കോർഡിനേറ്റ് 1 ആൻഡ് വൈ കോർഡിനേറ്റ് 1. 2,4 എന്ന് പറഞ്ഞാൽ മാർക്ക് ചെയ്യാനായിട്ട് വളരെ ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യുക. ഇവിടെയാണ് 2,4 വരുന്നത്. കറക്റ്റ് അല്ലേ? എക്സ് കോർഡിനേറ്റ് 2ഉം വൈ കോർഡിനേറ്റ് 4ഉം. 3,9 എന്ന് പറഞ്ഞാൽ ഇവിടെ ആയിട്ട് വരും. ശരിയല്ലേ? നമ്മളെല്ലാം പ്ലോട്ട് ചെയ്യണം. ഇനി -1,1 വരുന്നുണ്ട്. അറിയാമല്ലോ അത് പ്ലോട്ട് ചെയ്യാൻ. -1 ഇവിടെയാണ് വരുന്നത്. ഇനി -2,4 ഇവിടെ ആയിട്ട് വരും. പിന്നെ -3,9 ഇവിടെ ആയിട്ട് വരും. ശരിയല്ലേ? നമ്മൾ ആ കിട്ടിയ പോയിന്റ് അവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഇവിടെ നമുക്കൊരു 0,0 കിട്ടിയിട്ടുണ്ട്. പിന്നെ 1,1 എഴുതി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കിട്ടിയ പോയിന്റ് അവിടെ മാർക്ക് ചെയ്ത് വെക്കാം. പിന്നെ 2,4 ഉണ്ട്. പിന്നെന്താണ്? ഇവിടെ 3,9 കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ -1,1 കിട്ടിയിട്ടുണ്ട്. -2,4 ആൻഡ് ഫൈനലി -3,9. ഈ പോയിന്റുകൾ കാണുന്നുണ്ടല്ലോ നിങ്ങൾ. ഈ പോയിന്റുകളെല്ലാം ജസ്റ്റ് സ്മൂത്തായിട്ട് ജോയിൻ ചെയ്യുക. വളരെ സ്മൂത്തായിട്ട് സ്കെയിൽ ഉപയോഗിക്കാതെ ജോയിൻ ചെയ്താൽ വൈ ഈക്വൽ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് കിട്ടും. ഞാൻ അത് ജോയിൻ ചെയ്ത് കാണിച്ചു തരാം. നോക്കി, ജോയിൻ ചെയ്തത് വളരെ സ്മൂത്തായിട്ട് വരണം. ലൈൻ പോലെ വരരുത്. കണ്ടില്ലേ? ഈ കിട്ടിയ പോയിന്റുകളെല്ലാം മാർക്ക് ചെയ്യുക. ഇതാണ് വൈ ഈക്വൽ എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് വരുന്നത്. ഓക്കെ ആയല്ലോ?
ഇനി എക്സാമിന് ചോദിക്കുമ്പോൾ ഗ്രാഫ് വരയ്ക്കൽ മാത്രമല്ല ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും ചിലപ്പോൾ എഴുതാൻ പറയും. ഡ്രോ ദ ഗ്രാഫ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ഹെൻസ് റൈറ്റ് ഡൊമൈൻ ആൻഡ് റേഞ്ച് അങ്ങനെ ചോദിക്കും. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതാണ് ഡൊമൈൻ. എക്സിന് കൊടുക്കാൻ പറ്റാവുന്ന എല്ലാ വാല്യൂസിനെയും സെറ്റ്, അതിനാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഇവിടെ വൈ ഈക്വൽ എക്സ് സ്ക്വയറിൽ എക്സിന് നമുക്ക് എന്ത് വാല്യൂ വേണമെങ്കിലും കൊടുത്താലും ഇത് ഡിഫൈൻഡ് ആണ്. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ദ പോസിബിൾ വാല്യൂസ് ഓഫ് എക്സ് ഫോർ വിച്ച് ഇക്വേഷൻ ഈസ് ഡിഫൈൻഡ്. നോട്ട് ഡിഫൈൻഡ് വരാത്ത എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാം. എക്സിന് എന്ത് റിയൽ വാല്യൂ കൊടുത്താലും നോട്ട് ഡിഫൈൻഡ് വരില്ല. എക്സിന് എന്ത് റിയൽ വാല്യൂ കൊടുത്താലും അതിൻ്റെ സ്ക്വയറിന് ഒരു വാല്യൂ ഉണ്ടല്ലോ. സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ നോട്ട് ഡിഫൈൻഡ് എന്ന് പറഞ്ഞ് എപ്പോഴെങ്കിലും വരുമോ? ഇല്ല. അപ്പോൾ എക്സിന് എന്ത് റിയൽ വാല്യൂ വേണമെങ്കിലും കൊടുക്കാം. അപ്പോൾ എക്സിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് 6. അപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് തരുമ്പോൾ ഡൊമൈൻ കാണാൻ പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, എക്സിന് എന്തൊക്കെ വാല്യൂ കൊടുക്കാൻ പറ്റും, സോ ദാറ്റ് ഇക്വേഷൻ ഡിഫൈൻഡ് ആവണം. ഇപ്പോൾ ഡൊമൈൻ റിയൽ നമ്പറാണ്. റേഞ്ച് എഴുതാൻ പറയും. റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈക്ക് എന്തൊക്കെ വാല്യൂ കിട്ടും. കാരണം ഇവിടെ എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായോ? എക്സിന് നമ്മളിങ്ങനെ ഓരോരോ വാല്യൂ കൊടുത്തപ്പോഴല്ലേ വൈക്ക് ഇതേപോലെ ഓരോ വാല്യൂസുകൾ കിട്ടുന്നത്. വൈക്ക് എന്തൊക്കെ ടൈപ്പ് വാല്യൂസുകളാണ് കിട്ടുന്നത് അതാണ് റേഞ്ച്. വൈക്ക് കിട്ടുന്ന വാല്യൂസുകളെല്ലാം പോസ്റ്റ് നമ്പറുകളാണ്. ഇതിനകത്ത് ഞാൻ ഫ്രാക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. 1.1 1.2 ഒക്കെ വരുമ്പോൾ അതിനനുസരിച്ച് വൈയുടെ വാല്യൂസുകളുണ്ട്. ഞാൻ ഫ്രാക്ഷൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അപ്പോൾ എക്സിന് എന്ത് റിയൽ വാല്യൂ കൊടുത്താലും സ്ക്വയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്തായിരിക്കും? ഗസ് ചെയ്ത് പറയാൻ പറ്റുമോ? എക്സിന് എന്ത് റിയൽ വാല്യൂ കൊടുത്താലും പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ 0 ആയിക്കോട്ടെ വൈക്ക് കിട്ടുന്ന വാല്യൂ ഒരു പോസ്റ്റ് നമ്പർ ആയിരിക്കും. സ്ക്വയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പർ എല്ലാം പോസിറ്റീവായിട്ടല്ലേ കിട്ടുള്ളൂ. 0യും വരാട്ടോ. 0 അതല്ലെങ്കിൽ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോൾ നമ്മളത് എങ്ങനെ എഴുതാം? 0 മുതൽ ഇൻഫിനിറ്റി വരെയുള്ള എന്ത് നമ്പർ വേണമെങ്കിലും ആവാം എന്നല്ലേ പറയേണ്ടത്. 0 മുതൽ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് നമ്പറിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. 0 മുതൽ ഇൻഫിനിറ്റി എന്ന് വരെ പറഞ്ഞാൽ 0 1 2 3 4 എക്സെട്ര അങ്ങനെ ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ട്. 0ൻ്റെ സൈഡിൽ ഇതേപോലത്തെ ബ്രാക്കറ്റ് ഉപയോഗിക്കണം, ക്ലോസ്ഡ് ബ്രാക്കറ്റ് എന്ന് വെച്ചാൽ 0 ഇൻക്ലൂഡിങ് ആണ്. 0 ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. 0 മുതൽ ഇൻഫിനിറ്റി വരെ ഇൻക്ലൂഡിങ് 0. ക്ലിയർ ആയല്ലോ ഇത്?